കലിപ്പൻ പോലീസിന്റെ PT ടീച്ചർ അവസാന ഭാഗം. അവൾ ഞെട്ടിപ്പോയി. ആകാശ് മുന്നിൽ നിന്ന് അവൾ നോക്കി ചിരിക്കുകയായിരുന്നു. ഇരുട്ടിൽ അവന്റെ പല്ലുകളുടെ വെണ്മ തിളങ്ങി. കമല ഒന്നും മിണ്ടാ വേഗം സ്വന്തം മുറിയിലേക്ക് ഓടുമ്പോൾ അവന് ചിരിയാണ് വന്നത്. തന്റെ മുറിയിലെത്തി വാതിലടച്ച് നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന നിമിഷം പോലെ അതിവേഗം മിടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ കാത്തു സൂക്ഷിച്ച ആ ദേഷ്യത്തിന്റെ കോട്ട ഇപ്പൊ ഈ പോലീസുകാരന് മുന്നിൽ തകർന്നു വീഴുകയാണോ എന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു. നെറ്റിയിലെ ആ മുറിവ് ആകാശിന് പുത്തിരിയല്ലെങ്കിലും കമലക്കതൊരു വലിയ സങ്കടമായി മാറി. പക്ഷെ പാരമ്പര്യമായി കിട്ടിയ ആ ദേഷ്യത്തിന്റെ പുറന്തോട് അഴിച്ചു മാറ്റാൻ അവൾ തയ്യാറായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ആകാശിന്റെ ആ മുറിവുണങ്ങി തുടങ്ങിയെങ്കിലും കമല അതിനെ അങ്ങനെ വിട്ടില്ല. അവൾ അവനോടൊന്നും ചോദിച്ചില്ലെങ്കിലും അവളുടെ കണ്ണുകൾ എപ്പോഴും അവന്റെ നെറ്റിയിൽ ആ ചെറിയ ബാൻഡേജിലായിരിക്കും. എന്തിനാ ഈ ചൂടുവെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ആകാശ് രാവിലെ മുറ്റത്തിൽക്കുമ്പോൾ കമല ഒരു പാത്രത്തിൽ ചൂടുവെള്ളവുമായി അവന്റെ അടുത്തേക്ക് വന്നു. അമ്മ പറഞ്ഞു ആ മുറിവൊന്ന് തടവാൻ. അവൾ ഗൗരവത്തിൽ പറഞ്ഞ് ആ പാത്രം അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവളുടെ വിരലുകൾ അറിയാതെ അവന്റെ കൈകളിൽ തട്ടി. ആ നിമിഷം അവൾ പാത്രം അവന്റെ കയ്യിൽ ഉപേക്ഷിച്ച് വേഗത്തിൽ അകത്തേക്ക് നടന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അവനോട് കാണിച്ചിരുന്ന ദേഷ്യം ഒരുതരം കരുതലാക്കി മാറ്റി. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പലപ്പോഴും അവന്റെ മുറിയിലെത്തിക്കുന്ന അവളായി. ഇന്ന് കപ്പയല്ല പുട്ടാ, ഇതും അമ്മ കൊടുത്തു വിട്ടതാ. കമല അവന്റെ മുറിയിലേക്ക് കയറി പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ചു. അമ്മയോ അതോ ടീച്ചറോ? ആകാശ് കസയിൽ ചാരിയെന്ന് കണ്ണിറുക്കി ചോദിച്ചു. കൂടുതൽ ചോദ്യം വേണ്ട, കഴിച്ചിട്ട് പാത്രത്തോടെ വെച്ചാൽ മതി. അവൾ തിരിഞ്ഞടന്നു. ഒരു ദിവസം വൈകുന്നേരം ആകാശ് ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. കമല അവൻ വന്നറിഞ്ഞ് ചൂട് കാപ്പിയും അല്പം പലഹാരങ്ങളുമായി അവന്റെ മുറിയിലേക്ക് പതുങ്ങിച്ചെന്നു. അവൻ കുളിക്കുകയാണെന്ന് കരുതി അവൾ മുറിക്കുള്ളിലേക്ക് കയറി പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ച് തിരികെ നടക്കാൻ തുടങ്ങിയതും ബാത്റൂമിന്റെ വാതിൽ തുറന്നു. നനഞ്ഞ മുടി തുവർത്തിക്കൊണ്ട് ഇടുപ്പിലൊരു തോർത്തു മാത്രം ചുറ്റി ആകാശ് പുറത്തേക്ക് വന്നു. കമല ഞെട്ടി. അവന് നഗ്നമായ നെഞ്ചിൽ വെള്ളത്തുള്ളികൾ തിളങ്ങുന്ന അവൾ കണ്ടു. പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു രൂപത്തിൽ കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. കണ്ടത് കണ്ടു. ഏതായാലും തിരിഞ്ഞോടാന്ന് കരുതി അവൾ ഉള്ള ശ്വാസവും പിടിച്ച് കണ്ണും പൊത്തി തിരിഞ്ഞോടാൻ ശ്രമിച്ചതും പരിഭ്രമത്തിനിടയിൽ അവളുടെ സാരിത്തുമ്പ് മേശയുടെ കോണിലുടക്കി. വെപ്രാളപ്പെട്ട് തിരിഞ്ഞ അവളുടെ കാലുകൾ മേശയിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് അവൾ മുന്നോട്ട് വീഴാൻ പോയതും അവന്റെ കരുത്തുറ്റ കൈകൾ അവളെ താങ്ങി പിടിച്ചിരുന്നു. അവന് നഗ്നമായ ആ നെഞ്ചിന്റെ ചൂട് അന്ന് ആദ്യമായി അവളുടെ കവിളിൽ തട്ടി. അവൾ അറിയാതെ അവന്റെ തോളുകളിൽ മുറുകെ പിടിച്ചു. ആകാശിന്റെ ഇടതുകൈ അവളുടെ അരക്കെട്ടിൽ മുറുകി. അവളുടെ കോട്ടൺ സാരിയിലൂടെ അവന്റെ വിരലുകളുടെ ചൂട് അവൾ അറിഞ്ഞു. രണ്ടാളും നിശബ്ദരായി. ആ മുറിയിൽ ആകെ പടർന്ന് സോപ്പിന്റെയും അവന്റെ നനഞ്ഞ ശരീരത്തിന്റെയും ഒരു സമ്മിശ്ര ഗന്ധമായിരുന്നു. കമല പതുക്കെ തല ഉയർത്തി നോക്കി. അവന്റെ കണ്ണുകളിൽ കുസൃതിയല്ല, മറിച്ച് വല്ലാത്തൊരു തീവ്രതയായിരുന്നു. ടീച്ചറ് വീഴാൻ ഇത്രക്ക് തിടുക്കമാണോ? അവൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അവന്റെ മുഖം അവളുടെ മുഖത്തിന് തൊട്ടടുത്തായിരുന്നു. കമലയ്ക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല. അവളുടെ ഹൃദയമിടിപ്പ് അവൻ തൊട്ടറിയുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് കുതിരിമാറി പുറത്തേക്ക് ഓടി. സ്വന്തം മുറിയിലെത്തി കഥകടച്ച് നിൽക്കുമ്പോഴും അവളുടെ നെഞ്ചപ്പോഴും പടപടാ മിടിക്കുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം കമലക്ക് അവനെ നോക്കാനൊരു പ്രത്യേക ചമ്മലായിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെ അവന് മുമ്പിൽ അവൾ പിടിച്ചു നിന്ന് പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ പെട്ടെന്നൊരു ബഹളം. പരമശിവൻ ബ്രോക്കർ വീണ്ടും വന്നിരിക്കുന്നു. ഇത്തവണ അയാളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഭാരതിയമ്മേ, ഇത് കഴിഞ്ഞവണത്തെ പോലെയല്ല, പയ്യൻ ഗൾഫിലാ. ജാതകം 9 പൊരുത്തുണ്ട്. ചൊവ്വാദോഷൊന്നും ഇതിന് തടസ്സമില്ലെന്നാ തിരുമേനി പറഞ്ഞ്. പരമശിവൻ ആവേശത്തോടെ പറഞ്ഞു. ഒമ്പരത്തിരുന്ന് പത്രം വായിക്കുന്ന ആകാശ് പതുക്കെ പത്രം താഴ്ത്തി അവരെ ശ്രദ്ധിച്ചു. കമല അകത്തുനിന്ന് വരുന്ന കണ്ടപ്പോൾ അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. എന്താ പരമശിവൻ നായരെ, കല്യാണം ഉറപ്പിച്ചോ? ഉറപ്പിക്കണം സാറേ, ടീച്ചർക്ക് പറ്റിയ ഒരാളാ. കമല ആ ഫോട്ടോയിലേക്ക് നോക്കി. എന്നിട്ട് ആകാശിനെ നോക്കി. അവൻ തന്നെ കളിയാക്കിയാണെന്ന് അവൾക്ക് മനസ്സിലായി. പയ്യനെവിടെയാ ജോലിന്ന്? ആകാശ് എഴുന്നേറ്റ് പരമശിവന്റെ അടുത്തേക്ക് വന്നു. ദുബായിലാ സാറേ, നല്ല ശമ്പളമുണ്ട്. ദുബായിലോ? അപ്പൊ ടീച്ചർ അവിടെ പോയി കുട്ടികളെ ഫുട്ബോൾ കളിപ്പിക്കേണ്ടി വരുമല്ലോ. ആകാശ് ഗൗരവം നടിച്ച് പറഞ്ഞു. കമല പല്ലടിച്ചുകൊണ്ട് അവനെ നോക്കി. ഭാരതിയമ്മ ഫോട്ടോ വാങ്ങി കമലയുടെ കയ്യിൽ കൊടുത്തു. നീ ഒന്ന് നോക്ക് കമലെ, നമുക്ക് ആലോചിക്കാവുന്നതാ. കമല ഫോട്ടോ വാങ്ങി. ആകാശ് അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു. അവൻ പതുക്കെ അവളുടെ കാതിനടുത്ത് കുരിഞ്ഞ് മന്ത്രിച്ചു. ടീച്ചറ്, ഈ ചെക്കന് എന്നെ പോലെ മീശയില്ലല്ലോ, പിന്നെ യൂണിഫോമും ഇല്ല. ആലോചിച്ച് തീരുമാനിക്കണേ. അത് കേട്ടതും കമലയ്ക്ക് ദേഷ്യമൊപ്പം ഒരു ചിരിയും വന്നു. അവൾ ഫോട്ടോ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. എനിക്ക് ആരെയും വേണ്ട, അമ്മയ്ക്ക് വേണമെങ്കിൽ കെട്ടിക്കോ. അവൾ അകത്തേക്ക് കയറിപ്പോയി. ആകാശ് ചിരിച്ചുകൊണ്ട് പത്രം വീണ്ടും എടുത്തു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. കമലയെ അങ്ങ് ദുബായിലേക്ക് വിടാൻ ഈ പോലീസുകാരെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന്. അന്ന് രാത്രി നല്ല കനത്ത മഴയായിരുന്നു. ഇടവഴിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഇരമ്പലും തവളകളുടെ കരച്ചിലും അന്തരീക്ഷത്തിനൊരു വല്ലാത്ത ഗൗരവം നൽകുന്നുണ്ടായിരുന്നു. വരാന്തയിലെ തൂണിൽ ചാരിയിരുന്ന് കമല ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. അവളുടെ ഉള്ളിൽ ആ മഴ പോലെ എന്തൊക്കെയോ ആർത്ത് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഭാരതീയമ്മ അപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചിക്ക് സുഖമില്ലെന്ന് കേട്ട് അങ്ങോട്ട് പോകാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശിന്റെ കാർ മുറ്റത്തു നിൽക്കുന്ന ശബ്ദങ്ങൾ കേട്ടു. പെട്ടെന്ന് അവളൊന്ന് തല ഉയർത്തി നോക്കി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ വജ്രം പോലെ തിളങ്ങുന്നു. ആകാശ് കാറിൽ നിന്നിറങ്ങിയതും കുടയും ചൂടി ഉമ്രത്തേക്ക് ഓടിക്കയറി. നനഞ്ഞ മുടി തുവർത്തിക്കൊണ്ട് അവൻ ഭാരതീയമ്മയോട് കുശലം ചോദിച്ചു. അവര് പോയതിനു ശേഷം അവൻ സാവധാനം കമലയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ അവനെ നോക്കാതെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ ടീച്ചറെ, മഴ പെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്? ആകാശ് അവളുടെ തൊട്ടടുത്ത് വന്നിന്ന് ചോദിച്ചു. കമലയൊന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തെ വിഷാദം കണ്ടപ്പോൾ അവൻ തന്റെ സ്വരമൽപ്പം താഴ്ത്തി. നാളെ പെണ്ണാണ വരുന്നുണ്ടല്ലേ, അതിന്റെ ആദിയിലാണോ? കമല പതുക്കെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ അല്പം കലങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വിവാഹം വേണ്ട. എനിക്ക് അമ്മയെ വിട്ട് എങ്ങോട്ടും പോകാൻ വയ്യ. ദുബായിലേക്ക് പോകാൻ അവിടെ ചെന്ന് ഫുട്ബോൾ കളിപ്പിക്കാനോ എനിക്ക് താല്പര്യമില്ല. ആകാശ് കൗതുകത്തോടെ അവളെ നോക്കി. എന്നിട്ട് അമ്മയോട് പറഞ്ഞില്ലേ? അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചൊവ്വാദോഷമുള്ളതുകൊണ്ട് കിട്ടുന്ന ഈ ആലോചന കളയണ്ടെന്നാ അമ്മ പറയുന്നത്. സാർ വിചാരിച്ചത് മുടക്കാൻ പറ്റില്ലേ? സാർ ഒരു പോലീസ് ഓഫീസറല്ലേ, എന്തെങ്കിലും ഒരു വഴി? അവൾ പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവ ആലോചിച്ചു. ആ ശരി, ടീച്ചർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൈ നോക്കാം. അപ്പൊ ബാക്കി നാളെ കാണാം. അതും പറഞ്ഞ അവൻ തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ കമലക്കുള്ളിൽ ചെറിയ ആശ്വാസം തോന്നിയിരുന്നു. എങ്കിലും അയാൾ എന്തായിരിക്കും നാളെ ചെയ്യാൻ പോകുന്നതെന്നോർത്ത് ഒരാധിയും അവളിൽ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആ വീടാകെ ഒരുങ്ങി. കമലക്ക് താല്പര്യമില്ലെങ്കിലും ഭാരതിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഒരു നീല സിൽക്ക് സാരി ഉടുത്തു. ആകാശ് തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നീല സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന കമലയെ കണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി. അവളുടെ ആ ഭംഗി കണ്ട് അവൻ അറിയാതെയൊന്ന് പുഞ്ചിരിച്ചു. കമല ചായയുമായി ഉമ്മറത്തേക്ക് വന്നപ്പോൾ പെണ്ണ് കാണാൻ വന്നവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചെക്കനും അച്ഛനും അമ്മയും അത്രയും പേരെ വന്നുള്ളൂ. അവിടെ സംസാരം തകൃതിയായി നടക്കുമ്പോൾ ആകാശ് വളരെ മാന്യനായി അവർക്ക് അരികിൽ വന്നിരുന്നു. ഭാരതിയമ്മ ആകാശിനെ പരിചയപ്പെടുത്തി. ഇതിവിടെ താമസിക്കുന്ന ആകാശ് മോന, പോലീസ് ഓഫീസറാ. പെണ്ണ് കാണാൻ വന്നവർ അവനെ ബഹുമാനത്തോടെ നോക്കി. ചെക്കൻ്റെ അച്ഛൻ ചോദിച്ചു. ആഹാ, സാറ് പോലീസാണല്ലേ, നല്ല. ഞങ്ങളുടെ മോൻ ദുബായിലാ. ഇത്തിരി പൊക്ക ഉണ്ടായിരുന്നു അച്ഛൻ. ആകാശം ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും ഭാരതിയമ്മ അകത്തേക്കൊന്ന് പോയിരുന്നു. ആകാശ് അമ്മയെ നോക്കിയ ശേഷം വേഗം അവർക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. നിങ്ങൾ ഈ കുടുംബത്തെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടാണോ പെണ്ണ് കാണാമെന്ന്? അല്ല, എല്ലാം അറിഞ്ഞാലും ഇങ്ങോട്ട് ആരും സാധാരണ വരാറില്ല, അതാ. ആകാശ് പെട്ടെന്ന് പറയുമ്പോൾ ചെക്കൻ്റെ അച്ഛനെ മുഖം ചുളിഞ്ഞു. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞു? അയാളുടെ ചോദ്യത്തിന് ആകാശ് ഭാരതിയമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ലെന്ന് കണ്ടാൽ തുടർന്നു. അത് പിന്നെ കമല നല്ല കുട്ടിയൊക്കെ തന്നെയാ, പക്ഷെ അവിടെ കുടുംബം അത് കുറച്ച് കടുപ്പുള്ളവരാ. കഴിഞ്ഞ മാസം ഇവിടെ വലിയ തല്ലും വഴക്കൊക്കെ ആയിരുന്നു. സ്വത്തുതർക്കം വെട്ടും കുത്തും വരായതാ. പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാ ഇപ്പൊ ഈ വീടിങ്ങനെ ഇരിക്കുന്നത്. അതാ ഞാനിപ്പോ ഇവിടെ തന്നെ താമസിക്കുന്നത്. പെട്ടെന്ന് ആക്കി കേട്ടവൻ ചെക്കൻ്റെ അച്ഛനെ മുഖം വിളറി. എന്തായാലും കല്യാണമൊക്കെ ഉറക്കുകയല്ലേ, നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. ഇനി ഇതിന്റെ ഇടയിൽ കയറി നിങ്ങളുടെ മോന്റെ പേരിൽ എങ്ങനെ വല്ല പോലീസ് കേസും ആയാൽ പിന്നെ അയാൾക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ആകാശ് പറയാനുള്ളത് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, ചെക്കൻ്റെ അച്ഛൻ എഴുന്നേറ്റു. ഭാരതിയമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കുക. പൊരുത്തം നോക്കിയിട്ട് പിന്നീട് അറിയിക്കാൻ ബാക്കി. അവർ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ ഭാരതിയമ്മ അന്തം വിട്ട് പുറത്തേക്ക് വന്നു. ഇതെന്താ ഇത്ര വേഗം പോയത്? ആ അറിയില്ലമ്മേ. ഒന്നും അറിയാത്ത പോലെ ആകാശം പുറത്തേക്ക് വന്നു. എന്തോ നമ്മുടെ കമലയെ അവർക്ക് അത്ര കണ്ട് ബോധിച്ചില്ലാന്ന് തോന്നുന്നു. അവൻ സങ്കടം അഭിനയിച്ച് പറയുമ്പോൾ കമല ചിരിയടക്കി പുറത്തേക്ക് വന്നിരുന്നു. ഭാരതിയമ്മ നിരാശയോടെ നിൽക്കുമ്പോൾ ആകാശ് കമലയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. കമല അറിയാതെ അവനെ നോക്കി പുഞ്ചിരിച്ചു പോയിരുന്നു. ആകാശ് അവിടെ അടുത്തേക്ക് നടന്നു വന്ന് പതിയെ മന്ത്രിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? സൂപ്പർ എന്നവൾ കൈ കാണിക്കുമ്പോൾ അവൻ ചിരിയോടെ മീശ തടവി മുന്നോട്ട് നടന്നു. അന്ന് രാത്രി ഭാരതിയമ്മയുടെ മുഖം വല്ലാതെ വാടിയിരുന്നു. വന്നവർ ഒരു അക്ഷരം പോലും പറയാതെ ഇറങ്ങിപ്പോയത് അവരെ ഏറെ വേദനിപ്പിച്ചു. കമലയും ആകാശം ചേർന്നാണ് അത് ചെയ്തതെന്ന് ഇപ്പോഴും അവർ ഊഹിച്ചില്ല. എന്താണ് അവർക്ക് കുട്ടിയെ ഇഷ്ടപ്പെടാത്തത്? എന്റെ കുട്ടിക്ക് എന്ത് കുറവാണുള്ളത്? ഭാരതിയമ്മ ഉമ്മർത്തിരുന്ന് സ്വയം ചോദിച്ചു. കമലയ്ക്ക് സങ്കടം തോന്നിയെങ്കിലും ആകാശിന്റെ കുസൃതിന് ഞാൻ നോട്ടം ഓർക്കുമ്പോൾ അവൾക്ക് ശരിയാണ് വന്ന്. ആകാശ് പതുക്കെ ഭാരതിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയെ സാരില്ല, ഇങ്ങനെയുള്ളവർ പോകുന്ന നല്ലത്. നമ്മുടെ കമലയെ സ്നേഹിക്കുന്ന ഒരാൾ വരും. അവൻ പറയുമ്പോഴും സങ്കടം മാറാതെ അവരവരെ നോക്കി. വരുമായിരിക്കും, അപ്പോഴേക്കും അവളുടെ പ്രായം. ഈ ചിങ്ങത്തിൽ അവൾക്ക് 28 തുടങ്ങും. അമ്മ ആധിയോടെ പറഞ്ഞു. അത്രേ ഉള്ളോ? എനിക്ക് ഇടവത്തിൽ 30 ആകുന്നല്ലോ. എന്നിട്ട് എനിക്ക് ഈ ടെൻഷനൊന്നും ഇല്ലല്ലോ. പെട്ടെന്നുള്ള അവന്റെ മറുപടി കമല അറിയാതെ ചിരിച്ചുപോയി. അമ്മക്കത് കേട്ട് ചിരിയാണ് വന്നെങ്കിലും ഉള്ളിലെ ഭാരം കൊണ്ട് ചിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊട്ടെ, നമുക്ക് നാളെ ഒന്ന് ബീച്ചിൽ പോയല്ലോ. അമ്മയുടെ സങ്കടമൊക്കെ ഒന്ന് മാറും. അവനായിരുന്നു ആദ്യമായി അത് പറഞ്ഞത്. ആദ്യമൊന്നും മടിച്ചെങ്കിലും കമലയുടെയും ആകാശിനെയും നിർബന്ധത്തിന് വഴങ്ങി ഭാരതിയമ്മ അവസാനത്തിന് സമ്മതിച്ചു. പിറ്റേന്ന് വൈകുന്നേരം ആകാശിന്റെ സ്വിഫ്റ്റ് കാർ കടൽ തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങി. കടൽക്കാറ്റിൽ മുടിയഴകൾ പാറി പറക്കുന്ന കമലയെ ഇടയ്ക്കിടെ ആകാശം നോക്കുന്നുണ്ടായിരുന്നു. ബീച്ചിലെത്തി ജനത്തിരക്കിനിടയിലൂടെ അവർ നടന്നു. കടലിലെ തിരമാലകൾ നോക്കിയിരിക്കുന്ന ഭാരതിയമ്മയുടെ മുഖത്ത് പതുക്കെ സന്തോഷം വിരിയുന്ന കമല ശ്രദ്ധിച്ചു.
ആകാശ് ഒരു മകനെ പോലെ അമ്മയെ ചേർത്ത് നിർത്തി കടൽ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഇടയ്ക്ക് അമ്മയ്ക്ക് ഐസ്ക്രീം വാങ്ങി നൽകുന്നതും അവരുടെ കയ്യിൽ പിടിച്ച് തിരമാലകളിൽ നിന്ന് മാറ്റുന്നതും കണ്ടപ്പോൾ കമലയുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം വന്ന് മൂടി. ഈ ഗൗരവക്കാരനായ പോലീസുകാരന് എന്റെ അമ്മയെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയോ? കമലയുടെ ചിന്തകൾ എവിടെയോ പോയി തറച്ചു. അവൾ അറിയാതെ ആകാശിനെ നോക്കി നിന്നു. അവന്റെ ചിരിയും ഗാംഭീര്യമുള്ള രൂപവും ഇപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആകാശ് പെട്ടെന്ന് തലതിരിച്ച് അവൾ നോക്കി. രണ്ടാളുടെയും കണ്ണുകൾ ഉടക്കി. കമല പെട്ടെന്ന് ദൂരേക്ക് നോക്കി നാണം മറച്ചു. കുറച്ചു ദൂരെ ഒരു മണൽത്തിട്ടയിലിരിക്കുമ്പോൾ ഭാരതിയമ്മ കപ്പലണ്ടി വാങ്ങാൻ അല്പം മാറി നടന്നു. അമ്മ പോയതും ആകാശ് കമലയുടെ അടുത്തേക്ക് അല്പം നീങ്ങിയിരുന്നു. എന്താ ടീച്ചറെ, ആലോചനകൾ എവിടെ വരെയായി? അവൻ പതിയെ ചോദിച്ചു. ഒന്നുമില്ല സർ. അവൾ മണയിൽ വിരൽ കൊണ്ട് വെറുതെ ചിത്രം വരച്ചു. ഈ സാറെന്ന് വിളിക്കുന്നൊന്ന് മാറ്റാമോ? ഞാനിപ്പോ ഡ്യൂട്ടിയിലല്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കമലയും പതുക്കെ അവനെ നോക്കി. എന്നാ പിന്നെ എന്താ വിളിക്കേണ്ടത്? അത് ടീച്ചർക്ക് തീരുമാനിക്കാം. അവൻ കണ്ണിറുക്കി. അവളത് ആലോചിച്ച് നിൽക്കുമ്പോൾ അവൻ ചോദിച്ചു, അല്ല ഇന്നലെ ടീച്ചറുടെ ഗൾഫ് കല്യാണം മുടക്കി തന്നതിന് എനിക്കൊന്നും തന്നില്ല. വലിയൊരു ഉപകാരമല്ലേ ഞാൻ ചെയ്തത്? കമലയുടെ ഹൃദയം ഒന്ന് പതറി. അവനടുത്തേക്ക് നീങ്ങിയിരുന്നു പറഞ്ഞുകൊണ്ട് അവന്റെ നിശ്വാസം അവളുടെ കവിളിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൾക്ക് ചുറ്റുമുള്ള ബഹളങ്ങളൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. ആകാശ് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. എനിക്ക് ആ പഴയ കലിപ്പനായ പോലീസുകാരൻ എന്ന ഇമേജ് ഒന്ന് മാറ്റണം. അതിനെന്ത് ചെയ്യണം? കമലയൊന്ന് പുഞ്ചിരിച്ചു. അവൾ മണലിൽ എഴുതിയിരുന്ന സർ എന്ന വാക്ക് മായ്ച്ചു കളഞ്ഞു. പകരം അവിടെ പതുക്കെ ആകാശം എഴുതി. ഇപ്പൊ മതിയോ? അവൾ ചോദിച്ചു. ആകാശ് ആ പേരും കമലയുടെ മുഖവും മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇതൊരു ബഹുമാനമില്ലാത്ത പോലെ. എന്നെ ഒത്തിരി ടീച്ചർക്ക് ബഹുമാനിക്കാം. അവന് നിവർന്നിരുന്നു. പറയുമ്പോൾ അവൾ ചിരിച്ചു. ആകാശേട്ടൻ? അവന് നോക്കി അവൾ പറയുമ്പോൾ അവനത് ആഗ്രഹിച്ച പോലെ ഒന്ന് ചിരിച്ചു. അവൾ ആ ചിരിയിൽ പങ്കുകൊണ്ടു. പിന്നീട് കുറെ സമയം അവർ നിശബ്ദമായി ആ തിരമാലകൾ നോക്കിയിരുന്നു. ആ നിമിഷങ്ങളിൽ അവർക്കിടയിൽ മൗനമായ പ്രണയത്തിന്റെ തിരമാലകൾ അടിച്ച് കയറുന്നുണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആ വീടിന്റെ വരാന്തകളിൽ ആകാശിന്റെ പോലീസുകാരൻ ഗൗരവത്തിന് പകരം പ്രണയത്തിന്റെ കുസൃതികൾ പെയ്യാൻ പോവുകയാണെന്ന് ആ കടൽക്കാറ്റിന് പോലും അറിഞ്ഞു കാണും. അപ്പോഴേക്കും ഭാരതിയമ്മ കൈനിറയെ കപ്പലണ്ടിയുമായി വരുന്ന കണ്ട് കമല വേഗം മണലിലെ പേര് മായ്ച്ചു കളഞ്ഞു. പക്ഷെ ആ പേര് അവളുടെ മനസ്സിലെവിടെയോ അപ്പോൾ തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു. ബീച്ചിൽ നിന്ന് മടങ്ങിയ രാത്രി കമലയുടെ ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയായിരുന്നു. മനസ്സ് നിറയെ ആകാശിന്റെ കുസൃതി നിറഞ്ഞ ആ നോട്ടവും മണലിൽ താൻ എഴുതിയ പേരും മാത്രം. അവനുള്ള ദേഷ്യം എപ്പോൾ പ്രണയമായി മാറിയെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്കിടയിൽ ഒരു മൗനാനുരാഗം പടർന്നു. വരാന്തയിലെ പ്രണയ നിമിഷങ്ങൾ. രാവിലെ സ്കൂളിൽ പോകാനിറങ്ങുമ്പോൾ അവൻ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ മുമ്പിലത്തേതുപോലെ നിർബന്ധിക്കില്ല. അവൻ ഡോറിൽ കൊടുക്കുമ്പോൾ കമല എതിർപ്പൊന്നും പറയാതെ വന്ന് അരികിലേക്ക് കയറും. ഗിയർ മാറ്റുമ്പോൾ അവന്റെ കൈവിരലുകൾ അറിയാതെ അവളുടെ സാരിത്തുമ്പിലിടക്ക് തട്ടാറുണ്ട്. അത് കമലയെ വല്ലാതെ ഉലയ്ക്കും. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമെങ്കിലും കണ്ണാടിയിലൂടെ അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അന്നൊരു വൈകുന്നേരം കമല ഉമ്മറത്ത് വസ്ത്രങ്ങൾ മടക്കി വെക്കുകയായിരുന്നു. ആകാശ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേയുള്ളൂ. അവൻ മുറ്റത്തെ പൈപ്പിനടുത്ത് നിന്ന് മുഖം കഴുകി ഷർട്ടിന്റെ കൈകൾ മടക്കി വെച്ച് നെഞ്ചിലെ 2 ബട്ടണുകൾ അഴിച്ച് നനഞ്ഞ മുഖവുമായി വരാന്തയിലേക്ക് കയറി വന്നു. കമല അറിയാതെ അവനെ നോക്കി നിന്നുപോയി. അവന് നെറ്റിയിൽ നിന്ന് ഇറ്റി വീണ വെള്ളത്തുള്ളി കമലയുടെ കൈയിലേക്ക് തെറിച്ചു. അവൾ ഞെട്ടി തല ഉയർത്തി. എന്താ ടീച്ചറെ, ഇന്ന് ഗോളൊന്നും ഒടിച്ചില്ലേ? ആകാശ് അവളുടെ തൊട്ടടുത്ത് വന്നിന്ന് പതിയെ ചോദിച്ചു. അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധവും ആ നനഞ്ഞ ശരീരത്തിന്റെ കുളിരും കമലയെ വല്ലാതെ തളർത്തി. അവൾ വസ്ത്രങ്ങൾ വേഗം വാരിയെടുത്ത് അകത്തേക്ക് പോകാൻ ശ്രമിച്ചതും ആകാശ് അവളുടെ വഴി തടഞ്ഞു നിന്നു. അന്ന് ആദ്യമായിരുന്നു അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി. അവൾ പകപ്പോടെ അവന്റെ കണ്ണിലേക്ക് നോക്കി. എപ്പോഴും ഇങ്ങനെ ഓടി കളിക്കാൻ പറ്റില്ല കമലേ. ബീച്ചിൽ വെച്ച് മണലിൽ എഴുതിയ ആ പേര് നീ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ആ നിമിഷം കമലയുടെ ശ്വാസം നിലച്ചുപോയി. പുറത്തുനിന്നുള്ള കാറ്റിൽ അവളുടെ മുടിയിഴകൾ വല്ലാതെ പറന്നു. അവനത് അവളുടെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. അവന്റെ വിരലുകളുടെ സ്പർശനം ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അവളിലൂടെ കടന്നുപോയി. സർ, അമ്മ കാണും, അവൾ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അമ്മ കണ്ടോട്ടേന്നേ, ഇതിലും വലിയ കേസുകളൊക്കെ ഞാൻ തെളിയിച്ചിട്ടുള്ളതാ. അവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്ത ആ നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ. അവന്റെ കണ്ണിൽ അപ്പോഴും ആ കുസൃതി ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വേഗം വിളിക്കേ, അവൻ പറഞ്ഞു. അവൾ അവന്റെ കണ്ണിലേക്ക് ഒരു നിമിഷം നോക്കിയെന്ന ശേഷം അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. ഇപ്പൊ പറ്റില്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഓടിപ്പോകുമ്പോൾ നിന്നെ എന്റെ കൈ കിട്ടും എന്ന് മീശ തടവി അവനും പറയുന്നുണ്ടായിരുന്നു. അന്ന് പിന്നെ കമല അവന്റെ മുന്നിലേക്ക് പോയില്ല. എന്തോ ഒരു ചമ്മൽ. ഇടക്കവൻ അമ്മയെ തിരക്കി വീട്ടിലേക്ക് വന്നപ്പോഴും മുറിയിൽ തന്നെ അടഞ്ഞിരുന്നു അവൾ. എങ്കിലും ഇടക്കവൾ അവന്റെ മുറിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാവണം അടുത്ത രാവിലെ 9 മണിയായിട്ടും ആകാശിന്റെ മുറി തുറക്കപ്പെടാഞ്ഞതും അവൾ ശ്രദ്ധിച്ച്. അത് കമലയുടെ ഉള്ളിൽ ഒരു ആദി പടർത്തി. ഭാരതിയമ്മ അടുക്കളയിൽ തിരക്കിലായിരുന്നു. കമലെ, ആ മോൻ ഇതുവരെ പുറത്തേക്ക് വന്നില്ലല്ലോ. ചായ കുടിക്കാൻ വിളിച്ചേ, അമ്മ വിളിച്ചു പറഞ്ഞു.
കമല സാവധാനം അവന്റെ മുറിയുടെ വാതിലെത്തി. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അകത്ത് ലൈറ്റുണ്ട്. അവൾ പതുക്കെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടത് മുറിയിലെ സോഫയിൽ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന ആകാശിനെയായിരുന്നു. സർ, അവൾ പതുക്കെ വിളിച്ചു. അവൻ ആദ്യ ഇരിപ്പിൽ നിന്ന് അനങ്ങിയില്ല. പിന്നെ അവൾ നോക്കി പറഞ്ഞു, 18 വയസ്സ് തുടങ്ങിയതാ ഈ തലവേദന. മൈഗ്രെയിനാ, എന്നാലും സഹിക്കാൻ പറ്റില്ല. ആ വേദനയിൽ ഒരു ചിരി വെച്ച് പിടിപ്പിച്ച് അവൻ പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത ആധി തോന്നി. ആകാശിന്റെ 6 അടി ഉയരവും പോലീസ് ഗമയുമെല്ലാം ആ ഒരു തലവേദനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയിരുന്നെന്നും അവൾക്ക് മനസ്സിലായി. കമല പതുക്കെ ജനൽക്കാട്ടുകൾ വലിച്ചിട്ടു. എന്നിട്ട് അവന്റെ അടുത്തായി കട്ടിൽ വന്നിരുന്നു. നല്ല വേദനയുണ്ടോ? അവൾ ആർദ്രമായി ചോദിച്ചു. സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇപ്പോ ശീലായി പോയി. കമല പതുക്കെ എഴുന്നേറ്റു. അവൻ അരികിൽ വന്ന് നിന്നു. അവന്റെ കൈകൾ മാറ്റി തന്റെ തണുത്ത വിരലുകൾ അവന്റെ നെറ്റിത്തടത്തിൽ വെച്ച് ആ സ്പർശനം നൽകിയ ആശ്വാസത്തിൽ ആകാശം ഒന്ന് അവളെ നോക്കി. അവൾ പതുക്കെ അവന്റെ തലമുടിയിലൂടെ വിരലോടിച്ചു. നെറ്റിയിലെ ആ ഞരമ്പുകൾ മെല്ലെ തടവി കൊടുത്തു. ഇങ്ങനെ ഇരുന്നാ മതി, ആ വിരലുകളുടെ തണുപ്പ് അത് വലിയൊരു ആശ്വാസ. അവൻ പതുക്കെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് കമല അടുക്കളയിൽ പോയി ഒരു ചുക്ക് കാപ്പിയും ബാമ്പ് എടുത്തുകൊണ്ട് വന്നു. അവൻ അപ്പോഴും കിടക്കുകയായിരുന്നു. അവൾ അടുത്തു വന്നിരുന്നു. അവന്റെ നെറ്റിയിൽ ബാമ്പുരട്ടി മെല്ലെ മസാജ് ചെയ്യാൻ തുടങ്ങി. അവൻ ആ കിടപ്പിൽ കിടന്ന് അവളെ നന്ദിയോടെ നോക്കി. അവന് വേദന കുറഞ്ഞു വരുന്നതിനൊപ്പം ആ മുറിയിലെ മൗനത്തിന് വല്ലാത്തൊരു പ്രണയഗന്ധം കൈവന്നു. കമലയുടെ സാരിയുടെ ഗന്ധവും അവളുടെ വിരലുകളുടെ ചലനവും ആകാശിനെ മറ്റേതോ ലോകത്തെത്തിച്ചു. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. മുകളിൽ നിന്ന് താൻ നോക്കുന്ന കമലയുടെ മുഖം. കമലേ, അവൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ഈ തലവേദന എന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കിപ്പോ തോന്നുക. കമല അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അതെന്താ, ഈ വേദന അത്രയ്ക്ക് സുഖമുള്ളതാണോ? അല്ല, ഈ വേദന വന്നാലല്ലേ കമല ടീച്ചർ ഇങ്ങനെ വന്നിട്ട് അടുത്തിരിക്കും. എപ്പോഴും വഴക്കിടുന്ന ടീച്ചറേക്കാൾ എനിക്കിഷ്ടം ഈ കമലയാ. അവനവളുടെ വിരലുകളിൽ പതുക്കെ ചുംബിച്ചു. കമലയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളൊന്നും മിണ്ടിയില്ല. പകരം തന്റെ മുഖം അവന് നെറ്റിക്കടുത്തേക്ക് താഴ്ത്തി. ഈ പോലീസ് ഓഫീസർ കൊഞ്ചാൻ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൾ എന്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. കൊഞ്ചാനല്ല, പ്രണയിക്കാനാ ഇഷ്ടം. പണ്ട് സ്റ്റേഷനിൽ വെച്ച് വിരൽ ചൂണ്ടി സംസാരിച്ച് അന്ന് തുടങ്ങിയായത്. കമലേ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടി. അവന്റെ സ്വരത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ ആജ്ഞയല്ല, ഒരു കാമുകന്റെ അപേക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. കമലയോ ആ നേരെ ഏതോ സ്വപ്നത്തിലേക്ക് വീണുപോയിരുന്നു. പതുക്കെ അവന്റെ നെറ്റിയിൽ ആ വേദനയുള്ള ഭാഗത്ത് അവൾ അമർത്തി ചുംബിച്ചു പോയി. ആ ചുംബനം അവനുള്ള മരുന്നിനേക്കാൾ വേഗത്തിൽ അവനിൽ പ്രവർത്തിച്ചു. ഇഷ്ടം ഈ കള്ളപ്പോലീസിനെ എനിക്കും. നാണത്തോടെ അവളും പറഞ്ഞു പോകുമ്പോൾ ആ മുറിയിൽ അവരുടെ പ്രണയം പൂത്തുലഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ അവളുടെ കൈക്കുള്ളിൽ മുഖമമർത്തി കിടന്നു. ആ മുറിയിലെ നിശബ്ദതയിൽ അവരുടെ ശ്വാസനിശ്വാസങ്ങൾ മാത്രം കേൾക്കാമായിരുന്നു. ആകാശിന്റെ തലവേദന പതുക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. കമലയുടെ അരികിൽ അവളുടെ തലോടലേറ്റ് കിടക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം അവൻ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു. കമല പതുക്കെ അവന്റെ മുടികളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അതെ, നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്. എന്റെ ജാതകത്തിൽ ആ ചൊവ്വാദോഷം എനിക്ക് പേടിയാ. നാളെ ഇത് കാരണം എന്തെങ്കിലും. അവൾ പറഞ്ഞു തീർക്കും മുമ്പേ ആകാശ് അവളുടെ കൈ പിടിച്ച് തന്റെ ചുണ്ടോട് ചേർത്തു. അവൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ കമലെ, ഒന്ന് പോയി. ഈ ആകാശിനെ ജാതകദോഷം നോക്കി പേടിപ്പിക്കുന്നവനാക്കല്ലേ. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നീയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ അന്ന് മുതൽ ഞാൻ മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. ചൊവ്വയും ശനിയൊന്നും നമ്മുടെ പ്രണയത്തിന് തടസ്സമാവില്ല. നിന്നെ എനിക്ക് വേണം, അത് ഏത് ദോഷം വന്നാലും ശരി. അവന്റെ ആ വാക്കുകൾ കമലയുടെ ഉള്ളിലെ ആകുലതകളെല്ലാം അകറ്റിയിരുന്നു. അവളൊരു ചെറിയ ചിരിയോടെ അവനെ നോക്കി. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട, വേഗം പോയി വീട്ടുകാരെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അവൾ കുസൃതിയോടെ പറഞ്ഞു. അത്രേ ഉള്ളൂ, നീ സമ്മതിച്ചാൽ മാത്രം മതി. എന്റെ വീട്ടുകാരെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ആകാശ് ആവേശത്തോടെ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും ആകാശിന്റെ തലവേദന പൂർണ്ണമായും മാറിയിരുന്നു. ഭാരതിയമ്മ ഉമ്മറത്തെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ആകാശ് സാവധാനം അവരുടെ അടുത്തേക്ക് ചെന്നു. കമല വാതിലിന് പിന്നിൽ നെഞ്ചിരിപ്പോടെ ശ്രദ്ധിച്ചു. അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആകാശ് ഗൗരവത്തിൽ പറഞ്ഞു. എന്താ മോനെ, എന്തെങ്കിലും വിഷമമുണ്ടോ? അമ്മേ, എനിക്ക് കമലയെ ഇഷ്ടമാണ്. വെറുതെ ഒരു ഇഷ്ടമല്ല, അവൾ എൻ്റെ കൂടെ കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഭാരതിയമ്മ ഒരു നിമിഷം തറഞ്ഞെന്ന് പോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മകൾക്ക് വേണ്ടി ഇത്രയും കാലം അലഞ്ഞത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണെന്ന് അവർക്ക് തോന്നി. ആകാശിനെ പോലൊരു മകനെ കിട്ടുന്ന ഭാഗ്യമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. മോനെ, എനിക്ക് എന്ത് എതിർപ്പാവുള്ളത്? എൻ്റെ മോളെ പൊന്നുപോലെ നോക്കാൻ മോന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ എന്ത് എതിർക്കാനാ? അവർ ആകാശിന്റെ കൈകൾ പിടിച്ച് അനുഗ്രഹിച്ചു. വാതിലിന് പിന്നിൽ നിന്ന കമലയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആകാശ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മുറ്റത്ത് കാറിനടുത്ത് കമല വന്ന് നിന്നു. അവളുടെ മുഖത്ത് വിഷാദം ഉണ്ടായിരുന്നു. വേഗം വരണേ, അവൾ പതുക്കെ പറഞ്ഞു. ആകാശ് ചിരിച്ചുകൊണ്ട് കാറിന്റെ ഡോർ തുറന്നു. വേഗം വരാൻ എനിക്കും ധൃതിയുണ്ട് ടീച്ചറെ, അതുകൊണ്ട് പെട്ടെന്ന് വരാം. അവളുടെ കയ്യിൽ പതിയെ പിടിച്ചവൻ പറയുമ്പോൾ കമല ചിരിച്ചു. അവൻ വണ്ടി മുന്നോട്ടെടുത്തു.
കാർ ആ മുറ്റം കിടക്കുന്നവരെ അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. കമല കൈവീശി കാണിച്ചു. ആകാശ് പോയി കഴിഞ്ഞുള്ള ആ 2 ദിവസങ്ങൾ കമലയ്ക്ക് 2 യുഗങ്ങൾ പോലെയായിരുന്നു. ഫോണിലൂടെ അവൻ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും നേരിട്ട് കാണാത്തതിന്റെ ഒരു വിങ്ങൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒടുവിൽ 3-ാം ദിവസം രാവിലെ മുറ്റത്ത് ആകാശിന്റെ കാർ വന്ന് നിന്നു. കമലയും ഭാരതിയമ്മയും ആകാംക്ഷയുടെ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആകാശിനൊപ്പം കാറിൽ നിന്ന് 2 കന്യാസ്ത്രീകൾ ഇറങ്ങി വരുന്ന കണ്ട് ഭാരതിയമ്മ ഒന്ന് അമ്പരന്നു. വെള്ളവസ്ത്രം ധരിച്ച മുഖത്ത് ശാന്തത തുളുമ്പുന്ന 2 സിസ്റ്റർമാർ. ഇത് സിസ്റ്റർ മരിയ, ഇത് സിസ്റ്റർ തെരേസ. എന്നെ വളർത്തിയ ഇവരാ. ആകാശ് അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവന്റെ സ്വരത്തിൽ വലിയൊരു ബഹുമാനമുണ്ടായിരുന്നു. അവർ വീടിനുള്ളിലേക്ക് കയറിയിരുന്നു. സിസ്റ്റർ മരിയ ഭാരതിയമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഭാരതിയമ്മേ, ആകാശം എല്ലാം ഞങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു. അമ്മയെക്കുറിച്ച്, ഈ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഈ മോളെക്കുറിച്ചൊക്കെ. സത്യത്തിൽ ആകാശിന്റെ ജാതകം അന്വേഷിച്ചാൽ ഞങ്ങൾക്കത് തരാൻ കഴിയില്ല. കാരണം 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അനാഥാലയത്തിന്റെ പടിവാതിൽക്കൽ ഉപേക്ഷിക്കപ്പെട്ടൊരു കുഞ്ഞായിരുന്നവൻ. ഭാരതിയമ്മയുടെയും കമലയുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. ആകാശ തലതാഴ്ത്തി ശാന്തനായി അവിടെ ഇരുന്നു. സിസ്റ്റർ തുടർന്നു. അവന്റെ മാതാപിതാക്കൾ ആരാണെന്നോ ജാതകം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. അവൻ പഠിച്ചൊരു പോലീസ് ഓഫീസർ ആയതും ഈ നിലയിൽ എത്തിയതെല്ലാം സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം. അവൻ ഈ ലോകത്ത് ആകെയുള്ള ഞങ്ങൾ മാത്രമാണ്. കമലയെ അവന് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ അവന്റെ ഈ ഭൂതകാലം നിങ്ങൾക്കൊരു തടസ്സാവുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു. ഭാരതിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരെഴുന്നേറ്റ് ആകാശിന്റെ അരികിൽ ചെന്ന് അവന്റെ തലയിൽ കൈവച്ചു. എന്ത് ജാതകം, എന്ത് കുടുംബം! 10 പേരെ സഹായിക്കാൻ മനസ്സുള്ള ഈ മകനേക്കാൾ വലിയൊരു ഭാഗ്യം ഇനി എനിക്ക് കിട്ടാനുണ്ടോ? ഇന്നു മുതൽ ഇവൻ എന്റെ മകൻ തന്നെയാ, ഭാരതിയമ്മ വികാരാധീനയായി പറഞ്ഞു. കമലയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആകാശ് പതുക്കെ തലയുയർത്തി കമലയെ നോക്കി. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹവും ബഹുമാനവും ഇരട്ടിയായി വർദ്ധിച്ചിരുന്നു. ടീച്ചറെ, നീ എന്റെ കാര്യത്തിൽ ഓക്കെയാണോ? ആകാശ് പതുക്കെ ചോദിച്ചു. കമല അവന്റെ അടുത്തേക്ക് വന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇത്രയും കാലം എന്റെ ചൊവ്വാദോഷം പറഞ്ഞ് പേടിപ്പിച്ചവർക്കുള്ള മറുപടിയാ നിങ്ങൾ. എനിക്ക് ജാതകമല്ല, നിങ്ങളെയാ വേണ്ടത്. ആൾ അവനെ കെട്ടിപ്പിടിച്ചു. രജിസ്റ്റർ ഓഫീസിൽ ലളിതമായ ചടങ്ങുകളിലായിരുന്നു അവരുടെ വിവാഹം. അന്ന് അവിടെ വെച്ച് ആകാശ് കമലയുടെ കഴുത്തിൽ താലിയാർത്തി. സിസ്റ്റർമാരുടെയും ഭാരതിയമ്മയുടെയും സാന്നിധ്യത്തിൽ അവർ നിയമപരമായി ഒന്നായി. വലിയ ആഘോഷങ്ങളില്ലെങ്കിലും ആ മുറിയിൽ നിറഞ്ഞ സ്നേഹത്തിന് ഏതൊരു ആഡംബരത്തെക്കാളും തിളക്കമുണ്ടായിരുന്നു. വൈകുന്നേരം അവർ തിരികെ കമലയുടെ വീട്ടിലെത്തി. അവിടുത്തെ വാടകക്കാരിൽ നിന്ന് ആകാശ് ഇപ്പോൾ കമലയുടെ ജീവിതത്തിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കല്യാണം കഴിയും വരെ അവനോട് ഒരു ഉളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞിരുന്ന കമലയ്ക്ക് പെട്ടെന്നൊരു വിറയിൽ. അത് രാത്രിയാവുന്നതോറും കൂടി വന്നു. രാത്രി അവസാനം അമ്മ ഓടിച്ചു വിട്ടപ്പോൾ മുറിയിലേക്ക് പോന്നു. ഇന്ന് തന്റെ ആദ്യ രാത്രിയാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു പരവേശം പോലെ. എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. മുറിയിലെത്തി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അവനും പുറത്ത് എവിടെയോ ഉണ്ട്. പുറത്ത് പിച്ചകത്തിൽ നിറയെ പൂവിട്ട് നിൽപ്പുണ്ട്. അതിന്റെ ഗന്ധ ആ മുറിയിലാകെ പടർന്നിരിക്കുന്നു. കമല തിരിഞ്ഞടന്ന് കട്ടിലിന്റെ അരികിലായി വന്നിരുന്നു. വാതിലിൽ സാവധാനം അടയുന്ന ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞു. ആകാശായിരുന്നു അത്. സാവധാനം അവൾ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് അവൾ നെഞ്ചിരിപ്പോടെ കണ്ടിരുന്നു. കട്ടിൽ അവൾക്ക് തൊട്ടടുത്തായവനിരുന്നു. ആകാശിന്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ കമലയുടെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. കമലെ, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ പതുക്കെ തലയുയർത്തി അവനെ നോക്കി. ആ കാക്കിക്കാരന്റെ കണ്ണുകളിൽ ഇത്രയും കാലം താൻ കണ്ടിട്ടില്ലാത്തൊരു തരം പ്രണയമെന്ന് അവൾ കണ്ടു. അവൻ പതുക്കെ അവളുടെ കൈകൾ തന്റെ കൈവളിലേക്ക് എടുത്തു. പേടിയുണ്ടോ? അവൻ ചോദിച്ചു. എന്തിന്? ഉള്ളിലെ ഹൃദയം പെരുമ്പറ പൊട്ടുമ്പോഴും പേടി അറിയിക്കാതെ അവൾ ചോദിച്ചു. ഇങ്ങനെ എന്റെ അടുത്ത് ഈ മുറിയിലിരിക്കുമ്പോ. കുസൃതിയായിരുന്ന അവന്റെ കണ്ണിൽ അവൾ തനിക്ക് ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ചുണ്ടൊന്ന് കൂട്ടിക്കാട്ടി അവനെ. അന്ന് നിന്നെ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോഴൊന്നും ഇങ്ങനെ നീ എന്റെ സ്വന്തമാവെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കമലയൊന്നും മിണ്ടിയില്ല. അവനെ തന്നെ അങ്ങനെ കേട്ടിരുന്നു. അവൻ പതുക്കെ അവിടെ കവിളിലെ ആ ചെറിയ മുടികൾ മാറ്റി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. അവന്റെ വിരലുകളുടെ ചൂട് കമലയുടെ ചർമ്മത്തിൽ തട്ടിയപ്പോൾ അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. സർ, അവൾ പതുക്കെ വിളിച്ചു. പേടി തോന്നിയോ? അവൻ വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഈ തവണ അവൾ അതിനൊന്ന് മൂളിപ്പോയിരുന്നു. അവനത് കേട്ടപ്പോൾ ചിരി വന്നു. അതൊക്കെ ഞാൻ മാറ്റിത്തരാം, പക്ഷേ ആദ്യം നീ സാറെ വിളി അങ്ങോട്ട് മാറ്റ്. ആകാശ് അവളുടെ താടിയിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള ആ പോലീസ് ടീച്ചർ കേസ് എന്നേ അവസാനിച്ച് കമലേ. എനിക്കിനി ആ പേര് കേൾക്കണ്ട. അത്രയും നേരം പേടിച്ചിരുന്ന കമലയ്ക്ക് അവൻ പറയുന്ന ഇടപെൽ ചിരി വന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒടുവിലൊരു മന്ത്രം പോലെ ആ വാക്ക് അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ആകാശേട്ടൻ. ആദ്യമായി അവൾ ആ പേര് വിളിച്ചപ്പോൾ ആകാശിന്റെ ഉള്ളിൽ ഒരു കടലിരമ്പി ആർത്തത് പോലെ തോന്നി. അവൻ അവളെ പതുക്കെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. കമല അവനെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അവന്റെ ഹൃദയം ഒരു യുദ്ധക്കളത്തിൽ എന്ന പോലെ അതിവേഗം മിടിക്കുന്നവൾ തൊട്ടറിഞ്ഞു. ഏയ്, ഒരിക്കൽ കൂടെ വിളിക്കുക. അവൻ അവളെ തലയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ. അവൾ ഒന്നുകൂടെ അവനെ മുറുകെ പുണർന്നു. ആകാശ് പതുക്കെ അവളുടെ മുഖമുയർത്തി അവളുടെ അധരങ്ങളിലേക്ക് തന്റെ അധരം അടുപ്പിച്ചു.
പ്രണയത്തിന്റെ മധുരം ആദ്യമായി നുണയുമ്പോൾ പുറത്ത് പെയ്യാൻ തുടങ്ങിയ മഴ അവരുടെ പ്രണയത്തിന് താളമിട്ട് തുടങ്ങിയിരുന്നു. ആ രാത്രി കമലയുടെ കുറുമ്പ് നിറഞ്ഞ വാശി മുമ്പിൽ ആ പോലീസ് തോറ്റുകൊടുത്തിരുന്നില്ല. മറിച്ച് അവർ രണ്ടുപേരും പ്രണയത്തിന് മുമ്പിൽ കീഴടങ്ങിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. കമല ടീച്ചർ പതിവ് പോലെ വിസിൽ മുഴക്കി കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. ഇടയ്ക്കിടെ അവിടെ നോട്ട് സ്കൂൾ ഗേറ്റിലേക്ക് നീണ്ടുകൊണ്ടിരുന്നു. കൃത്യം 4:30 മണി ഗേറ്റിലെ ഒരു പോലീസ് ജീപ്പിന്റെ ഹോൺ മുഴങ്ങി. ആകാശ് വണ്ടി ഗേറ്റിന് മുമ്പിൽ നിർത്തി. കമല ചിരിച്ചുകൊണ്ട് തന്റെ ബാഗും എടുത്ത് വരാന്തയിലേക്ക് ഇറങ്ങി. ആകാശ് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി വാസിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്താ ടീച്ചറെ, ഇന്നും കളി സെക്കൻഡ് പ്രൈസിൽ ഒതുങ്ങിയോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. ഇല്ല സർ, ഇത്തവണ കളി അയച്ചു. അതിന് ട്രോഫി വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. കമല അവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. അത് ശരി, എന്നാ വണ്ടി കയറി. ടൗണിൽ ഒരു പുതിയ ഐസ്ക്രീം പാർലർ വന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് പോവാം. അവൻ ആൾക്ക് വേണ്ടി മുൻവശത്തെ സീറ്റ് തുറന്നു കൊടുത്തു. കമല രാജകീയമായി തന്നെ ജീപ്പിൽ കയറി. സ്കൂളിലെ കുട്ടികൾക്ക് നേരെ കൈവീശി അവൾ പോകുമ്പോൾ ജീപ്പിനുള്ളിൽ ആകാശ് അവളുടെ കയ്യിൽ പതുക്കെ വിരൽ കോർത്ത് പിടിച്ചു. ജീപ്പ് ദൂരേക്ക് പോകുമ്പോൾ ആകാശ് പതുക്കെ ചോദിച്ചു. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് മൈഗ്രെയിൻ വരാൻ വല്ല ചാൻസും ഉണ്ടോ? അതെന്താ? അല്ല, ടീച്ചർ പതുക്കെ എന്റെ നെറ്റിയിൽ ബാമ്പുരട്ടി തടവി തരുന്ന ആലോചിച്ചതാ. അവൻ മീശ വിരിച്ച് പൊട്ടിച്ചിരിച്ച്. അയ്യടാ! കമല അവന്റെ തോളിൽ പതിയെ തള്ളി. ആ ചിരിയും പ്രണയവും നിറഞ്ഞെന്ന ആ പോലീസ് ജീപ്പ് ആ ഇടവഴിയിലൂടെ അവരുടെ കൊച്ചു വീട് ലക്ഷ്യമാക്കി നീങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.